ഹനാൻ ഷാ എന്ന് പറയുന്ന പുള്ളി ഇല്ലേ, ഞാൻ പുള്ളിയുടെ ഫാൻ ഒന്നുമല്ല. പക്ഷെ എനിക്കിത് പറയണമെന്ന് തോന്നി കേട്ടാ. ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ പുള്ളിക്കെതിരെ വലിയൊരു ഹേറ്റ് ക്യാമ്പയിൻ നടക്കുന്നുണ്ട്. ഭയങ്കര വലിയൊരു ഹേറ്റ് ക്യാമ്പയിൻ, പറയാതിരിക്കാൻ വയ്യ. എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ നിന്ന് ഇപ്പൊ ഒരാള് ഒന്ന് പൊങ്ങി വരിക അല്ലെങ്കിൽ ഇതായിട്ട് വരിക എന്ന് തോന്നുമ്പോൾ നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും കാണുന്ന ടിപ്പിക്കൽ കുശുമ്പെന്ന് മാത്രമേ അതിന് പറയാവുള്ളൂ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു യൂട്യൂബർ കൂടിയായിരുന്നു മറ്റേ അഷ്കർ ടെക്കി. പുള്ളിയുടെ ഒരു വീഡിയോ കണ്ടിട്ട് എനിക്ക് ഭയങ്കര ബാഡ് അടിച്ചു. ഞാൻ ആ വീഡിയോ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഞാൻ ജസ്റ്റ് വീഡിയോ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഈ വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കണം. ഈ കണ്ടു നോക്കിയിട്ട് പറയണം. ഇതിന് എന്ത് കോൺട്രവേഴ്സി ആയാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ ആദ്യം തന്നെ തുടക്കം തന്നെ പറയാം, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു യൂട്യൂബർ ആയിരുന്നു ഈ പുള്ളി. ഇത് ജസ്റ്റ് പറയണ കേട്ടപ്പോ എനിക്ക് ഇത് കേട്ടോ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കി. ഇത് കണ്ടു നോക്കേ. ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കേ ജസ്റ്റ്. നമസ്കാരം ദോസ്തോ, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് കോൺട്രവേഴ്സിയാലും കുഴപ്പമില്ല ബ്രോ. എനിക്ക് പറയാനുള്ള ഒരു കാര്യമാണ്, ഇത് പറയണം. കാരണം ലൈക്ക് ഞാനൊരു ബാൻഡ് കൊണ്ടു നടക്കുന്ന ആളാ. സോ ഈ ഫീൽഡ് ഞങ്ങൾക്ക് നന്നപോലെ അറിയാം. അതുകൊണ്ട് ഞാൻ പറയാം, ഇതെനിക്ക് പറയണം. ഇതെനിക്ക് കോൺട്രവേഴ്സി ആയാലും ആരെന്ത് ചെയ്താലും ഒരു കുഴപ്പമില്ല. ഹനാൻ ഷോയുടെ കുറച്ച് വികൃതികളാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. നമ്മുടെ നാട്ടില് കുടുംബസംഗമത്തിൽ ഇതിലേറെ നല്ല മൈക്ക് കിട്ടും. അഹങ്കാരമാ ഹനാൻ ഷോ. ബ്രോ അഹങ്കാരോ? ഞാൻ ഇല്ല, ഇത് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഒറ്റ കാര്യം ഗൈസ്, ഞാൻ പറയാം. ഒരു കോൺസേർട്ട് നടത്തുക എന്നുള്ളൊരു കാര്യം പറയാൻ നമ്മൾ ചെയ്യാൻ പോകുന്ന സമയത്ത് നമുക്ക് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ വേണം. അത് ഈ റൂമിൽ ഇരുന്നാലും അല്ലെങ്കിൽ ഈ പറയണ പോലെ നമുക്ക് വെളിയിലിരുന്ന് റീൽസ് മാത്രം കണ്ടുകൊണ്ടിരുന്നാൽ നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ പോണത് കൊണ്ടാണ് പറഞ്ഞത്. നമുക്ക് ബേസിക് ആയിട്ട് നമുക്ക് കുറച്ച് സാധനങ്ങൾ വേണം. അതായത് എന്താ പറയാ, ഇന്നിയേഴ്സ്. ഞാൻ വെച്ചേക്കുന്ന ഈ സാധനം ഉണ്ടല്ലോ, ഇതിനകത്തൂടെ, അതായത് നിങ്ങൾക്ക് അറിയാത്ത ആൾക്കാർക്ക് വേണ്ടി പറഞ്ഞുതരാം. നിങ്ങൾ പാട്ട് വെളിയിൽ നിന്ന് കേൾക്കുന്ന സമയത്ത് ഈ സാധനത്തിൽ കൂടെയാണ് നമുക്ക് പാട്ടിന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അകത്ത് കേൾക്കുന്നത്. മനസ്സിലായ? ഇതൊക്കെ ബേസിക് നീഡാ, ഒരു പാട്ടുകാരന്റെ ബേസിക് നീഡാ. ഈ സാധനം ചെവിയിൽ വെക്കണം. ഇന്നിയേഴ്സ്, അതുപോലെ ഫ്രണ്ടിലത്തെ മോണിറ്റേഴ്സ്, മൈക്ക്, ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്, കുറെ സ്പീക്കേഴ്സ്. ഇതൊന്നും പ്രൊവൈഡ് ചെയ്യാതെ പുള്ളിയെ പുറത്തെ രാജ്യത്ത് ഒരു പരിപാടിക്ക് വിളിക്കണ സമയത്ത് അത് പ്രൊവൈഡ് ചെയ്തില്ലെങ്കിൽ അത് ആ കോർഡിനേറ്റ് ചെയ്ത ആൾക്കാരുടെ ഇഷ്യൂ തന്നെയാണ്. മനസ്സിലായോ? അതിന് ഇത്ര ഹെയ്റ്റ് ക്യാമ്പയിനോ അഹങ്കാരം ഒന്നും പറയേണ്ട ആവശ്യമില്ല. പുള്ളിയുടെ ആസ് ആൻ ആർട്ടിസ്റ്റ് പുള്ളിയുടെ ബേസിക് റിക്വയർമെന്റ് ആണ് അതൊക്കെ. അതെങ്ങനെ അഹങ്കാരമാവും ബ്രോ? ഇപ്പൊ ലൈവ് ചെയ്യുമ്പോൾ ബ്രോയ്ക്ക് ഫേസ് ക്യാം ആയിട്ട് വെച്ചിരിക്കുന്നത് നല്ല ക്വാളിറ്റിയിൽ ഔട്ട് കൊടുക്കാനല്ലേ ഫേസ് ക്യാം വെച്ചിരിക്കുന്നത്. DSLR വെച്ചിരിക്കുന്നത് എന്തിനാ? നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഒരു ഔട്ട് കൊടുക്കണം പുറത്തോട്ട്. അതുകൊണ്ടാണ് DSLR. അല്ലെങ്കിൽ 4000 രൂപ 2000 രൂപയുടെ ഫേസ് ക്യാം മേടിച്ച് വെച്ചാൽ പോരായിരുന്നു. എന്തുകൊണ്ടാണ് ബ്രോ DSLR വെച്ചിരിക്കുന്നത്? ഈ ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ നല്ലൊരു ക്വാളിറ്റി ക്യാമറ വെച്ചിരിക്കുന്നത് എന്തുകൊണ്ടാ? ബ്രോയുടെ സാധനം നല്ല ക്വാളിറ്റിയിൽ ആൾക്കാരിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ്. നമ്മൾ നമ്മുടെ റിക്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. സോ അങ്ങനത്തെ അവർക്ക് ടെക്നിക്കൽ സപ്പോർട്ട് എന്ന് പറയുന്ന ഒരു സാധനം ഭയങ്കര കാര്യമാണ്. എല്ലാരും ഇപ്പൊ പുതിയ സിംഗേഴ്സിനെ മറ്റേ പാട്ടിട്ട് പാടും. ഞാൻ ബാക്കിംഗ് ട്രാക്ക് ഒന്നും ഇടാതെ ഞാൻ ഇന്നൊരു ബാക്കിംഗ് ട്രാക്ക് ഇടുന്ന ഒരു ഇതാണെന്നല്ല പറയണേ. ബാക്കിംഗ് ട്രാക്ക് ഇട്ട് അവരവരുടെ സ്വന്തം പാട്ട് പാടുന്നവരാ. ബ്രോ ഞാൻ ഒറ്റ കാര്യം ചോദിക്കുന്നുള്ളത്, എല്ലാവരും ഇത്ര ഹേറ്റ് ക്യാമ്പയിൻ പുള്ളി ചിറാപ്പുഞ്ചി പാടുന്നത് ഓരോ നാട്ടിലെ ഓരോ സ്ഥലത്താ. റീൽ കാണുന്നവർ ഒരേ സ്ഥലത്തിരുന്ന് അത് സെയിം കണ്ടോണ്ടിരിക്കുക. പക്ഷെ പുള്ളി പോണത് പല പല സ്ഥലത്താ. അപ്പൊ അവിടെ പോകുമ്പോ ആളുടെ സ്വന്തം പാട്ട്, പുള്ളി പാടിയ പാട്ട് ചിറാപ്പുഞ്ചി ആൻഡ് ലോകയിലെ പാട്ട്, ലോക പോലെ ഇത്രയും ഹൈ ബഡ്ജറ്റ് ആയിട്ടുള്ള ഹൈ ഏണിങ്സ് ഉണ്ടാക്കിയ ഒരു ഫിലിമിൽ പാട്ട് പാടിയ ഒരു റെപ്യൂട്ടഡ് സിംഗറിന് ഇത്രയും ഹേറ്റ് ഒക്കെ കൊടുക്കേണ്ട ആവശ്യം എന്താ? അതിന്റെ ആവശ്യം മനസ്സിലാവുള്ളത്. എല്ലാരും മറ്റേ ഇതങ്ങ് പറയാ പുള്ളിയും പുള്ളിയുടെ അനിയനും ഒരേ പാട്ടാണ് പരിപാടിക്ക് പാടുന്നതെന്ന് പറയാണ്. പക്ഷെ ഈ ഒരേ പാട്ടെന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ലൊക്കേഷനിൽ അവര് പാടുന്നതാണ്. നമ്മൾ ഈ സാധനം റീൽസ് ആയിട്ട് ഒരിടത്തിരുന്ന് കാണുന്നേ ഉള്ളൂ. മനസ്സിലായ? അത് മനസ്സിലാക്കാനുള്ള ഒരു ബേസിക് ബോധം ഇല്ലാതെ ഞാൻ ഹനാൻ ഷാ അല്ലെങ്കിൽ ഇവരുടെ ഒന്നും ഡൈഹാർഡ് ഫാൻ ഒന്നും അല്ല. ഞാൻ അല്ലാതെ പറയുക, ഇത് ഭയങ്കര ഒരു പുള്ളിയുടെ വീഡിയോസ് നന്നായിട്ട് കാണുന്ന ഒരാളാ. ഇങ്ങനെ ഒരു വീഡിയോയുടെ ആവശ്യം ഇല്ലായിരുന്നു എന്ന് തോന്നി.